guys, welcome back to my channel. നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് കാലിനെക്സിൻ്റെ അഡീഷണൽ ടൂൾസിനെ കുറിച്ചാണ്. അപ്പം ഒരു 2-3 അഡീഷണൽ ടൂൾസ് ഉണ്ട്. അത് ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ടെർമിനൽ വെച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അപ്പം ഏതൊക്കെയാണ് ആ ടൂൾസ്, എന്തൊക്കെയാണ് ആ ടൂൾസിൻ്റെ ഉപകാരം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടപ്പോൾ കുറേ കമൻറ്റ്സ് കണ്ടു, വീഡിയോയുടെ സൗണ്ട് തീരെ പോരാ എന്നുള്ളത്. ആക്ച്വലി ഞാൻ എൻ്റെ ഫോൺ വെച്ച് ചെയ്യുന്നതുകൊണ്ട് സൗണ്ട് വളരെ കുറവാകുന്നതാണ്, കാരണം ഫോണിൻ്റെ മൈക്കിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ തൊട്ട് അത് പരിഹരിക്കുമെന്ന് ഞാൻ പറയുന്നു. അപ്പം നമുക്ക് കമാൻഡിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് ഗിറ്റ് എന്നുള്ള കമാൻഡ്. ഗിറ്റ് എന്നുള്ള കമാൻഡിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്കിപ്പം ഗിറ്റ് ഹബ് റെപ്പോസിറ്ററി എന്നൊരു സംഭവം ക്ലോൺ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ലൈക്ക് എക്സാമ്പിൾ ഒരു ഇൻസ്റ്റാ ഷെൽ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. അത് ഇൻസ്റ്റാഗ്രാം ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്യുന്നൊരു ടൂളാണ്. അപ്പോൾ അത് എങ്ങനെ ക്ലോൺ ചെയ്യണം എന്നുള്ള സംഭവം ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗിറ്റ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. അപ്പം ആ ഗിറ്റ് എന്ന കമാൻഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമെന്നുള്ളത് ആപ്റ്റ് ഗെറ്റ് ഇൻസ്റ്റാൾ ഗിറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഞാൻ ഓൾറെഡി ഗിറ്റിൻ്റെ ന്യൂവസ്റ്റ് വേർഷൻ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് എനിക്കിങ്ങനൊരു മെസ്സേജ് വന്നത്. ഇനി നിങ്ങൾക്കിപ്പോൾ ഗിറ്റ് ഇൻസ്റ്റാൾ അല്ലെങ്കിൽ നിങ്ങൾക്കത് നോർമലി അവിടെ ഈ കമാൻഡ് കൊടുത്തതിന് ശേഷം അതവിടെ എക്സിക്യൂട്ട് ചെയ്ത് ഇൻസ്റ്റാൾ ആവുന്നതാണ്. കൂടാതെ നമ്മളിവിടെ ഒരു കമാൻഡ് വന്നത് sudo apt auto remove. ഈ sudo apt auto remove എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയ കുറച്ച് സോഫ്റ്റ്വെയർസ് ഇപ്പോൾ ലൈക്ക് പൈത്തൺ 3.7 ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ 3.8 ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് തന്നെ 3.7 ഒക്കെ ഓട്ടോ റിമൂവ് എന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് കുറച്ച് ഫ്രീ സ്പേസ് കിട്ടും. ലൈക്ക് ആപ്റ്റ് ഓട്ടോ റിമൂവ് എന്ന് കൊടുത്താൽ നമുക്ക് കാണാം. ആപ്റ്റ് ഓട്ടോ റിമൂവ് എന്ന് കൊടുത്താൽ നമുക്ക് കാണാം ഇത്രയും ഇത് വിൽ ബി റിമൂവ്ഡ് എന്നും 387 MB ഡിസ്ക് വിൽ ബി ഫ്രീഡ് എന്നും. നമുക്കിപ്പോൾ തൽക്കാലം നോ എന്ന് കൊടുക്കാം, കാരണം ഇതൊരു ചെറിയ ഒരു ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. സോ നമുക്ക് ഏതായാലും അത് അടുത്തൊരു വീഡിയോയിൽ വേണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഒന്നുമില്ല, ജസ്റ്റ് ഓട്ടോ റിമൂവ് എന്ന് കൊടുത്താൽ മതി, ആപ്റ്റ് ഓട്ടോ റിമൂവ് എന്ന് കൊടുത്താൽ മതി. സോ നമുക്ക് ഗിറ്റിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. നമുക്കിപ്പം ഗൂഗിളിൽ പോയി ഇൻസ്റ്റാ ഷെൽ ഗിറ്റ് ഹബ് എന്നടിച്ചാൽ നമുക്ക് ലിനക്സ് മിൻ ചോയ്സിൻ്റെ ഒരു സാധനം കാണിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് അതിൽ പോയി ക്ലോൺ ഓർ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു സംഭവം ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗിറ്റ് ഹബിൻ്റെ ലിങ്ക് കിട്ടും. ഇത് ക്ലിക്ക് ചെയ്താൽ കോപ്പിയായി. അപ്പോൾ നമുക്ക് ഇപ്പം ഗിറ്റ് എങ്ങനെ ക്ലോൺ ചെയ്യണമെന്നുള്ളത് ഗിറ്റ് ക്ലോൺ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അതവിടെ പേസ്റ്റ് ചെയ്യുക, എൻ്റർ കൊടുക്കാം. എൻ്റെ കയ്യിൽ ഓൾറെഡി ഡെസ്റ്റിനേഷൻ പാത്ത് ഇൻസ്റ്റാ ഷെൽ എന്ന് പറയുന്ന സംഭവമുണ്ട്, കാരണം LS കാണിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻസ്റ്റാ ഷെൽ എന്ന് ഓൾറെഡി ഉള്ളത്. ഇപ്പം നിങ്ങൾക്ക് അത് വേണ്ട, അതിപ്പം ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കാണിക്കണമെങ്കിൽ റിമൂവ് -r ഇൻസ്റ്റാ ഷെൽ എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി LS കൊടുത്ത ഇൻസ്റ്റാ ഷെൽ അവിടെ നിന്ന് പോയി. ഇനി നമുക്കിപ്പോൾ വേണമെങ്കിൽ ഗിറ്റ് ക്ലോൺ ഇൻസ്റ്റാ ഷെൽ ഗിറ്റ് കൊടുത്താൽ ഇവിടെ ഒരു ക്ലോണിങ്ങിൻ്റെ സംഭവം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണിത് ക്ലോണ് ചെയ്യുന്നത്. ഒരു 4 to 10 MB ആയിരിക്കും ഫയൽ സൈസ് വരിക. എൻ്റെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. %79 ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്റ്റാ ഷെൽ അവിടെ വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ LS എന്ന് കൊടുത്താൽ അവിടെ ഇൻസ്റ്റാ ഷെൽ എന്ന് കാണിക്കാം. CD സ്പേസ് ഇൻസ്റ്റാ ഷെൽ എന്ന് കൊടുത്താൽ അത് കാണാൻ പറ്റും. LS ഇതാ ഇൻസ്റ്റാ ഷെൽ ഉണ്ട്. ഓക്കെ, ഇനി അത് ഇൻസ്റ്റാ ഷെൽ എന്ത് എന്നുള്ളത് ഒരു അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം. നമുക്ക് അടുത്ത വേണ്ട ഒരു കമാൻഡ് എന്ന് പറയുന്നത് ടിലിക്സ് എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. ടിലിക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ ടെർമിനൽ ഒരു സ്ക്രീനിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ടിലിക്സ് എന്ന കമാൻഡ് യൂസ് ചെയ്യാം. അതിന് വേണ്ടത് ആപ്റ്റ് ഗെറ്റ് ഇൻസ്റ്റാൾ ടിലിക്സ്. ഓൾറെഡി ടിലിക്സ് എൻ്റെ കയ്യിൽ ഓൾറെഡി ന്യൂവസ്റ്റ് വേർഷൻ ഇവിടെ ഞാൻ ഇൻസ്റ്റാൾ ആക്കി നടക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കമാൻഡ് കാണിക്കുന്നത്. ഇപ്പോൾ ടിലിക്സ് ഓപ്പൺ ആക്കിയെങ്കിൽ TILX എന്ന് പറയുന്ന ഒരു കമാൻഡ് എൻ്റർ ചെയ്താൽ മതി. നിങ്ങൾക്കിത് കാണാം. ടിലിക്സിൻ്റെ ഉപയോഗം എന്താണെന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്കിപ്പോൾ പ്ലസ് എന്ന പാറ്റേൺ ചെയ്താൽ 2 ടെർമിനലായി, വീണ്ടും പ്ലസ് എന്ന് ടൈപ്പ് ചെയ്താൽ 3 ടെർമിനലായി. ഇപ്പം ലൈക്ക് LS എന്ന് കൊടുത്തു, ഇവിടെ ഇൻസ്റ്റാ ഷെൽ എന്നാണ് CD സ്പേസ് .LS എന്ന് കൊടുത്തു. നമുക്കിവിടെ ഇപ്പം CD സ്പേസ് ഡൗൺലോഡ്സ്
ls ഡൗൺലോഡ്സിൽ ഫയൽ കാണിക്കാം. ഇനിയിപ്പം സി ഡി ഇവിടെ ls എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ ഷെല്ലിൻ്റെ ഇത് കാണിക്കാം. ഇനിയിപ്പം സി ഡി സ്പേസ് ഡെസ്ക് ടോപ്പ് അല്ല സി ഡി ഡോട്ട് സി ഡി സ്പേസ് ഡെസ്ക്ടോപ്പ്. ഓക്കെ, ഇതാ നമുക്ക് ഒരൊറ്റ സ്ക്രീനിൽ തന്നെ 3-4 ടെർമിനൽ വെച്ച് ഏതൊക്കെ ഫോൾഡറിൽ എന്തൊക്കെ ഫയലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ മീൻസ് ഫയൽസ് ആക്സസ് ചെയ്യാം എന്നുള്ളൊരു സംഭവം കാണിക്കുന്നതാണ് ഈ ടിലിക്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടെ വ്യത്യസ്തമായ ഫോൾഡറിലുള്ള ഓരോ ഫയൽസും അല്ലെങ്കിൽ അതിനുള്ള ഫോൾഡേഴ്സും ഓരോ ടെർമിനലിൽ തന്നെ വേറൊരു ടെർമിനലിലേക്ക് പോകാതെ തന്നെ ഒറ്റ സ്ക്രീനിൽ തന്നെ എങ്ങനെ കാണിക്കാമെന്ന് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ടിലിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ടിലിക്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആയി. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ട ഒരു കമാൻഡാണ് ടോർ സർവീസ്. ടോർ സർവീസ് എന്നുള്ളത് നമ്മുടെ ഡീപ്പ് വെബ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഈ ടോർ സർവീസ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻസ്റ്റാൾ ഷെല്ല് പോലെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം IP അഡ്രസ്സും ഇതും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ടോർ എന്ന് പറയുന്നത്. അപ്പോൾ ടോർ എങ്ങനെ ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. അതിന് വേണ്ടത് ആപ്റ്റ് ഗെറ്റ് ഇൻസ്റ്റാൾ ടോർ. ഓക്കെ, നമ്മൾ ഇതിൽ ഓൾറെഡി ടോർ ന്യൂയസ്റ്റ് വേർഷനാണ്, സോ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അത് ആപ്റ്റ് ഗെറ്റ് ഇൻസ്റ്റാൾ ടോർ എന്ന് കൊടുത്താൽ നിങ്ങൾ സിസ്റ്റത്തിൽ ടോർ ഇൻസ്റ്റാൾ ആവുന്നതാണ്. സോ ടോർ എങ്ങനെ ഓപ്പൺ അല്ല സർവീസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. സോ ടോർ എന്ന സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ടോർ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. TOR. നമുക്കിവിടെ ഒരു ഹാൻഡ് ഷേക്കിംഗ് മെത്തേഡ് കാണിക്കാൻ പറ്റും. കാരണം കുഡ് നോട്ട് ബൈറ്റ് അഡ്രസ് ഈസ് ഓൾറെഡി ഇൻ യൂസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ സ്റ്റോർ ഓൾറെഡി റണ്ണിങ് ബിക്കോസ് എൻ്റെ സിസ്റ്റത്തിൽ ടോർ എന്ന സർവീസ് ഓൾറെഡി റണ്ണിങ് ആണ്. അതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സർവീസ് ടോർ സർവീസ് സ്റ്റോപ്പ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, സർവീസ് സ്റ്റോപ്പ് ആവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ കാലിനെക്സിൻ്റെ ബേസിക്. സോ ഇത്രയൊക്കെയാണ് അഡീഷണലായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാലിനെക്സിൻ്റെ ടൂൾസ്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസായി ഓരോ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിക്കാം. കാലിനെക്സിൻ്റെ ഓരോ വയർലെസ് അറ്റാക്സിൻ്റെയും ഓരോ ഇൻസ്റ്റാൾ ഷെൽ പോലെയുള്ള ഓരോ സ്ക്രിപ്റ്റിംഗ് ടൂൾസിനെ കുറിച്ച് പഠിക്കാം.